എന്തെങ്ങനെ ഇരിക്കണേ? എന്തെങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല. എന്താ എന്താ ചോറോ? ചോറല്ലേ? ഈ മുറ്റത്തിരുന്ന് കഴിക്കണേ? എന്താ മുല്ലപ്പൂവ് കേട്ടോ. ഞാൻ അവിടെ പറിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടേക്ക് വന്നതാണ്. ഇവിടെ എന്താ സുഖം? ഇവിടെ അതന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഭയങ്കര ചൂട് കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ചൊരു കാറ്റും കാര്യങ്ങളേ ഉള്ളതും കൊണ്ട് ഒരു സുഖമുണ്ട്. ഈ മുല്ലപ്പൂ നമുക്ക് കോർത്തിട്ട് ഭഗവാന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നൂല് നോക്കുമ്പോൾ എൻ്റെ അച്ചുവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവിടെ എന്താ ചെയ്യണാണോ. വൈകുന്നേരത്ത് നമ്മുടെ വീട്ടിലൊരു ജഗപുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ബഹളങ്ങളൊക്കെ കണ്ടാലോ അല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ചെറിയ കുട്ടിയല്ലേ? എന്താ അവിടെ പോയിരുന്ന് കഴിക്കടാ, മേശയെ പോയിരുന്ന് കഴിക്കടാ. മുത്തേ മേശയിലൊന്നും പറ്റില്ല, കറിയില്ലാത്ത കൊണ്ട് പിന്നെ വയ്ക്കാം. എന്നാണ്ടോ ഇതെങ്ങനെയുണ്ട്? ഇത് കുറേ ഇട്ടോ നമ്മളുടെ കയ്യിലിരിക്കുന്നു. കൈച്ചെയിൻ ബ്രേസ്ലെറ്റ് കണ്ടോ? ഇത് മക്കളുടെയാണ്, മക്കളിടുന്നില്ല. അപ്പം ഇത് അമ്മൂൻ്റെയാണ് കേട്ടോ. ഭംഗി കണ്ടിട്ട് ഇടാതിരിക്കാത്രേ. ഇവര് ഭംഗിയുള്ളൊരു സാധനം ഇടില്ല കേട്ടോ, ഭംഗിയില്ലാത്തത് മാത്രമേ ഇടുള്ളൂ. അതാണ് പറയുന്നത്. ഇവരുടെ പഠിത്തം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റൂമിൻ്റെ കോലം നോക്കി നോക്ക്. എന്താ അത്? അച്ചോ എന്താ അത്? നോ യെസ്. അപ്പോഴേ നമ്മളിപ്പോൾ ഇവിടെ പോയി ഉമ്മനേരി പോയി വന്നേ ഉള്ളൂ കേട്ടോ. ഉമ്മനേരി പോയി വന്ന് എന്താ നല്ല മധുരമുള്ള മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് മധുരമുള്ള മുന്തിരി വെച്ചിട്ടാ. പഴുത്തിട്ടില്ല, മുന്തിരി പഴുത്തിട്ടില്ല. 2 മാത്രമേ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവല്ലേ പൊറോട്ട വേണം പറയാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നാള് ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഇരിക്കുന്നു. അപ്പം ഇന്ന് കുഞ്ഞൻ എന്താ പൊറോട്ട വാങ്ങുക പറഞ്ഞു. ഇവിടെ ഇരിക്കും പൊറോട്ട വാങ്ങുക പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ആ പൊറോട്ടയാണെങ്കിലോ ഇത്ര വട്ടുള്ള പൊറോട്ട അല്ലേ. ഒരു പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ വയറിനറിയാം എന്തൊരു വട്ട വെച്ചിട്ടാ. ഇത് വലുതല്ലേ മുട്ടി? അല്ല എന്തു ഭംഗി നിന്നെ. എൻ്റെ അമ്മൂന് ഇനി 2 മാസം വെക്കേഷൻ അല്ലേ. 2 മാസമല്ല, 1 മാസം. മെയ്യിൽ ക്ലാസ് തുടങ്ങും. മെയ്യിൽ +2നാണ്. +2നും ആരാ പറഞ്ഞ്? 10ാം ക്ലാസ്സുകാർക്കും മെയ്യിൽ തുടങ്ങില്ലേ? അതുപോലെ തന്നെ അല്ലേ മെയ് എന്താ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നേരത്തെ തുടങ്ങിയിരുന്നല്ലോ. നല്ലൊരു ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് ഇപ്പോഴും തന്നെ എവിടെ ഇരിക്കണം എന്നറിയാം, പുറത്തിരിക്കണം, എന്നാലാണ് സമാധാനമാവുള്ളൂ. അപ്പോൾ ഞാൻ അത് അവിടെ മുല്ലപ്പൂ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളല്ലേ എന്താ അനിയേട്ടനെ കുറച്ച് സാധനം വാങ്ങാൻ പോയതാ. അതിൻ്റെ ഇടയിലില്ലേ പൊടിയേരി വാങ്ങിയിട്ട് വന്നു കേട്ടോ. പൊടിയേരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പൊടിയേരി. പിന്നെ ഇത് പേസ്റ്റ്, സോപ്പ്, പിന്നെന്താ എണ്ണ. ഇത് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അങ്ങോട്ട്. പിന്നെ ഇത് നമ്മൾ കാണിച്ചു തോന്നുന്നു അല്ലേ, നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് അപ്പയ്ക്കൊക്കെ അല്ലേ ഓരോന്നോരോന്ന് വരുന്നത്. എല്ലാം പാടെ അങ്ങോട്ട് കഴിയട്ടെ. കുട്ടികളുടെ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണേ. എത്ര വൃത്തിയാക്കിയാലും ഈ പൊടി ഇതാ വരുന്നോട്ടോ. ഞാനേ എന്താണ് ഇന്ന് ഇവിടെ കുറേ ചകിരി ഉണ്ടായിരുന്നില്ലേ, കാണുന്നുണ്ടോ? ഇവിടെ കുറേ ചകിരി ഉണ്ടായിരുന്നില്ലേ. ആ ചകിരിയൊക്കെ നമ്മൾ ചാക്കിലാക്കി, ഉണങ്ങിയ ചകിരികളൊക്കെ ചാക്കിലാക്കി, ഉണങ്ങാത്ത ചകിരികൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അത് നല്ല ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുത്ത് വെക്കാൻ വിറകായിട്ട്. ഇനി ഇതാണ്ടോ ചെണ്ടുമല്ലി കുറച്ച് നല്ല രീതിയിൽ ദിവസം ഞങ്ങൾക്ക് ചെണ്ടുമല്ലി കാണിച്ചു തരുന്നുണ്ട് അല്ലേ. എനിക്ക് എന്താണെന്നറിയില്ല, ചെണ്ടുമല്ലി ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. പൈപ്പിൽ വെള്ളം എപ്പോഴാണ് ഉണ്ടാവാതിരിക്കുക എന്നറിയില്ലല്ലോ, അപ്പോൾ അത് കാരണം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മളില്ലേ ഒരു കാര്യം സന്തോഷ വാർത്തയും കൂടി പറയാൻ വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ കുഴൽ കിണർ അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എവിടെയാണ് സ്ഥാനം കിട്ടുക എന്താണെന്നൊന്നും അറിയില്ല. കാരണം എന്നായാലും നമുക്കിത് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ.
അപ്പോൾ അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? ശരിയാവില്ല, വെള്ളം കിട്ടില്ല, വെള്ളം കിട്ടില്ല. വേറെ ശരിയാവാൻ. രണ്ട് വീട്ടുകാരും പറയും നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുവന്നോ അവിടെ നിന്ന് കൊണ്ടുവന്നോ. നമുക്ക് എപ്പോഴും എന്താ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ പോലെ അല്ലല്ലോ, 2 വീടും ഒക്കെ ആകുമ്പോൾ അതിൻ്റേതായ വെള്ളത്തിന് കുറച്ച് കൂടുതൽ വേണമല്ലോ. ഓരോടത്തേക്ക് അടിച്ചാൽ മതി, ഇപ്പോൾ രണ്ടോടത്തേക്ക് അടിക്കണ്ടേ. പിന്നെ നമ്മുടെ ഈ വീട്ടിലിപ്പോൾ വെള്ളത്തിന് നല്ല ചിലവാട്ടോ. കാരണം കുളിക്കണതും ബാത്റൂം വെള്ളം അങ്ങോട്ട് അടിക്കാൻ പറ്റും, വെള്ളം ഇവിടേക്ക് അടിക്കാൻ പറ്റില്ല. അവിടെ ടാങ്ക് മേലില്ല, നമ്മുടെ അവിടേക്കേ പറ്റുള്ളൂ, ഇവിടേക്ക് അവിടെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുളിയും കാര്യങ്ങളും എല്ലാവരും ഇവിടെയാണ്. ഇനി ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. പക്ഷെ പാത്രങ്ങളില്ലേ ഇഷ്ടം പോലെ ഉണ്ടാവും കഴുകാൻ. ആ പഞ്ചസാരല്ലേ, ആ പഞ്ചസാരയും ചുക്കുവെള്ളപ്പൊടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്. ആ പഞ്ചസാരയും ചുക്കുവെള്ളപ്പൊടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക് മേമയ്ക്ക്. ഈ പഞ്ചസാരയും ചുക്കുവെള്ളപ്പൊടി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. കഴിക്കാന്ന് പറഞ്ഞു പിന്നെ അപ്പോഴാണ് പണി പറയുന്നത്. കഴിക്കാൻ നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരമായില്ലേ അപ്പോൾ അവൻ കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അതിൻ്റെ കഴിക്കൽ കറി എല്ലാവർക്കും വേണം കേട്ടോ. എന്താ അത്? ബക്കറ്റും വെള്ളം ഇവിടെ തുടച്ചിടാനേ. കുട്ടികള് കിച്ചോണ്ട് പോ. വൈകുന്നേരം എല്ലാവരും അത് ആശുപത്രി പോകുമ്പോ കൊണ്ടുപോകാനാ കിച്ചു. അതിൻ്റെ ഉള്ളിക്ക് അത് എവിടെങ്കിലും വെച്ചിട്ട് അവസാനം കാണാതെ ഈ അച്ഛന് എന്താ പോകുമ്പോ കൊണ്ടുപോകേണ്ടതാട്ടോ കിച്ചു. അതാ പൊന്നൂസ് കഴിച്ച പൊറോട്ട പാത്രല്ലേ, അത് കൊണ്ടുപോയി കഴിക്ക. പൊറോട്ടേ കളഞ്ഞളെ. എല്ലാവർക്കും എന്താ ചെയ്യണ്? ഗ്യാസ് കഴിഞ്ഞ കൊണ്ടേ ആരും സ്റ്റവ് തൊണ്ണൂടി ഉണ്ടാവില്ലല്ലേ. നമ്മളില്ലേ ഈ ഒരു വെള്ള ടൈലായതും കൊണ്ടേ നല്ല ബുദ്ധിമുട്ടാട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതെന്തൊരു ചളി വെച്ചിട്ടാ. നടന്ന് വരുമ്പോൾ തന്നെ ചളി ഉണ്ടെങ്കിൽ കുട്ടികൾ ചെരുപ്പും കൂടി ഇടാണ്ടല്ലേ നടക്കുക. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ചെരുപ്പിടാതെ നടക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായി തോന്നും കേട്ടോ. ആദ്യം ഒന്ന് വലിച്ച് തുടച്ചിട്ട് നമുക്ക് പിന്നെ തുടയ്ക്കാൻ. അത് എല്ലാ ദിവസവും തുടയ്ക്കാനല്ലാണ്ട് എന്താ. ഇതിവിടെ ഒരു ദിവസം തുടയ്ക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ അല്ല നേരം എല്ലാവിടെയും തുടയ്ക്കേണ്ടത്. ദിവസം തുടയ്ക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കളറാവും ചെയ്യും. പിന്നെന്താ സത്യം, ഒരു ദിവസം വിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പം ഇവിടെ കാവിയിട്ടത് ഇവിടെയും കൂടി ടൈലിട്ടാൽ മതിയായിരുന്നു എന്ന്. അവിടെ ഈ പാണ്ടും ചൂട്ടുമായിട്ട് ഇങ്ങനെ വൃത്തിയാവാത്ത പോലെ കിടക്കണ കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ അല്ലേ. ഉറുമ്പ് മാന്തിയിട്ട് കണ്ടോ. രാവിലെ തുടയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്തിനാ ഉറുമ്പ് വരുന്നത്? എങ്ങനെ ഉറുമ്പ് വരുന്ന ആർക്കറിയാം. എന്തെങ്കിലും കുട്ടികളല്ലേ, എന്തെങ്കിലുമൊക്കെ മധുരമുള്ളതൊക്കെ കൊണ്ടിട്ടാൽ കഴിഞ്ഞില്ലേ. പാത്രങ്ങളില്ലേ ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ച്. അമ്മോ എന്തൊരു ചൂടാച്ചിട്ടാ. നമ്മളില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്കില്ലേ എന്നും പണി തന്നെയല്ലേ. ആണുങ്ങൾക്ക് പണിക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു. നമുക്ക് മക്കളെ നോക്കലും വീട്ടുപണിയും എല്ലാം പാടെ നമ്മൾ അതിൻ്റെ ഇടയിൽ പണിക്ക് പോണ പെണ്ണുങ്ങൾ ചേച്ചിമാരുണ്ടെങ്കിൽ അവരെയും സമ്മതിക്കണ്ടേ. ഞാനൊക്കെ പണിക്ക് പോകുമ്പോൾ എത്തി കെട്ടക്കണം കേട്ടോ. അന്നൊന്നും ഈ തിരുമ്പാനും ഇതേപോലെ വേനൽക്കാലമായ വെള്ളമില്ലാതെ നല്ല ഗതികെടും.
അപ്പോൾ രാവിലെ വെള്ളം കോരി എല്ലാവിടെയും നിറച്ച് എന്നിട്ട് വേണം പോകാൻ. എൻ്റെ അമ്മ എപ്പോഴും പറയട്ടോ, എൻ്റെ കുട്ടിയുടെ നരകം എന്നാ തീരുക, അതോ കൂടുകയാണോ ചെയ്യുക, നരകം കൂടുകയാണ് ചെയ്യുന്നത് തോന്നണൂലേ പൊന്നാ പറയും. അപ്പോൾ ഞാൻ പറയും കുറേ കഴിയുമ്പോൾ പറയും അമ്മ ശരിയാവുണ്ടാവും, എന്നല്ലെങ്കിൽ നാളെ കുറേ കഴിയുമ്പോൾ. അപ്പോൾ ശരിക്ക് നമ്മളെക്കാട്ടിലും കഷ്ടപ്പെടുന്നവരുണ്ട് ഇല്ല എന്നല്ല പറയാം. പക്ഷെ നമുക്ക് തോന്നും നമ്മുടെ കഷ്ടപ്പാട് വലിയ എന്തോ സംഭവമാണ് എന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മുടെ കഷ്ടപ്പാടൊന്നും അല്ല കേട്ടോ. നമുക്ക് കഴിക്കാൻ കിട്ടാതെയും ഇടാൻ തുണി കിട്ടാതെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഈ വീടില്ലേ ഇതാകുമ്പോൾ എങ്ങനെ വൃത്തിയാക്കിയാലും നമുക്ക് വൃത്തി പോരാ തോന്നും. കാരണം എന്താണെന്നറിയോ, നമ്മൾ അങ്ങനൊരു ഇത് തോന്നും കേട്ടോ. ഇതിൻ്റെ ഈ കളറ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കുറേ പേര് പറഞ്ഞു ഞങ്ങളുടെ അടുക്കള എല്ലാവർക്കും ഇഷ്ടമായി, നല്ല അടുക്കളയാണ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും അടുക്കള എത്ര നന്നായാലും അടുക്കള കൊണ്ടുനടക്കുന്നതിനനുസരിച്ച് ഭംഗിയുള്ളൂ. ഈ ഓപ്പൺ കിച്ചൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയെന്നറിയോ, മക്കളെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, ഒരാളല്ല കേട്ടോ, എല്ലാവരും. അതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ അടുക്കളയുടെ കോലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ തോന്നില്ല കേട്ടാ. എന്താ അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളല്ലേ, അവരവരുടേതായ കളിയിൽ കൂടെ പോകുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, ഇതൊന്നും കൂടി തുടയ്ക്കണം കേട്ടോ. ഞാനപ്പോൾ ഒന്ന് വെറുതെ ഇത് തുടച്ചു വിട്ടതാണ്. അവർക്ക് എന്ത് തോന്നുന്നറിയോ, ഇതിങ്ങനെയല്ലേ എന്താ കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന്. കഴിച്ച് കഴിഞ്ഞാലോ എല്ലാവരും പാടെ വർത്തമാനത്തിൽ നിന്നിട്ട് പിന്നെ ചെയ്യാൻ വിചാരിക്കും കേട്ടോ. പിന്നെ ചെയ്യല ടി വി ഫോണൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യില്ല, പിന്നെ ഒന്നും ചെയ്യില്ല. ഇതൊക്കെ തന്നെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ടി വി എത്ര നേരം ഇപ്പോൾ തുടക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അവർ തുടക്കിയപ്പോൾ അവരിതേപോലെ തുടക്കുക, തുടക്കാൻ നിൽക്കുമ്പോഴേക്ക് അപ്പോഴേക്ക് എന്തെങ്കിലും ഒരു വിളി വരും. അപ്പോഴേക്ക് കുട്ടികളാരെങ്കിലും വരും, അവരതിൻ്റെ പിന്നാലെ പോകും. ശരിയാ. കുപ്പിയുടെ അടയ്ക്കുന്ന സാധനം അത് പൊട്ടിപ്പോരല്ലോ. എവിടെ ആ കുപ്പിയുടെ ഹോൾ അടയ്ക്കുന്നൊരു സാധനമല്ലേ, അത് പൊട്ടിപ്പോരുന്നു. ഇതൊക്കെ നൈസ് ഉടായ്പ സാധനങ്ങളാണ്. സ്റ്റീലിൻ്റെ വാങ്ങി അതാണ് കേടുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങി നിൽക്കുമ്പോൾ അത് വാങ്ങി അതും കേടുന്നു. സത്യം. ഇത് നമ്മളെ എണ്ണ കണ്ടോ, വിളക്കെണ്ണ, നല്ലെണ്ണ ഇങ്ങനെ മാറ്റില്ലേ. അപ്പം അത് നല്ലെണ്ണ ഇതിൽ കത്തിക്കരുത് കേട്ടോ, ഈ അടുപ്പിൽ കത്തിക്കരുത് പറയുക. അവർ കത്തിച്ചോളം പറഞ്ഞല്ലോ, ഇതിൽ കത്തിക്കരുത്. ഇതിൽ കത്തിച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിലേക്ക് അതിനങ്ങനെ കത്തിക്കല്ലേ ഏട്ടാ ഞാൻ ചെയ്യുന്നതേ. ഏട്ടൻ അത് പറഞ്ഞു മനസ്സിലാവണ്ട. നമുക്ക് വിറകിൽ തീ പിടിപ്പിക്കേണ്ട കാര്യമില്ല പറഞ്ഞു. വിറകിൽ തീ പിടിപ്പിക്കാൻ ഞാൻ വിറകിൻ്റെ ഉള്ളിൽ കത്തിക്കേണ്ട കാര്യം തന്നെ. വിറകിൻ്റെ ഉള്ളിലല്ല കത്തിക്കാൻ, ഞാനടുത്ത തിരിയില്ലേ, ചെറിയ തിരിയില്ലേ, ആ തിരി കത്തിച്ച് വിടും. അപ്പോൾ അതെന്നെ പറഞ്ഞേ, അതിൽ എണ്ണമെഴുക്ക് പൈപ്പിലേക്ക് കയറരുത് എന്നാണ് പറയുന്നത്. അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം ഏറെ വലിക്കേണ്ടാവും. ആ പൈപ്പാണ് അതിൻ്റെ മെയിൻ സാധനം. അതിലേക്ക് മെഴുക്ക് വരരുത് അവർ പ്രത്യേകം പറഞ്ഞാൽ എന്തിനാണെന്നറിയോ, അത് ഏറെ വലിച്ചു കഴിഞ്ഞില്ല പറഞ്ഞാൽ കത്തുമില്ല, പുക വരും ചെയ്യും. അതിനാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയിട്ട് പുകടുപ്പിൽ കത്തിക്കുക, എന്നാൽ കുഴപ്പമില്ല. ഇതിൽ ചിരട്ട കത്തിക്കണ്ടെന്ന് എന്തിനാ പറയുന്നത്? ചിരട്ടയിൽ എന്തല്ല, ആ മെഴുക്ക് ആ പൈപ്പിൽ കയറരുത് എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ചിരട്ട അടക്കം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണമെഴുക്കളൊന്നും അതിൽ കത്തിക്കരുത് എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാവിലെ ഇങ്ങനെ കാണും പാത്രങ്ങളൊക്കെ കണ്ടില്ലേ, രാവിലെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. വൃത്തിയിൽ രാവിലെ നമ്മളല്ലേ 4 മണിയാകുമ്പോൾ നിൽക്കുക. അപ്പോൾ കാണുമ്പോൾ ഇല്ലെങ്കിൽ നമുക്കില്ലേ അയ്യോ എന്താ അപ്പോൾ ഇത് തോന്നും കേട്ടോ. ഇത് നമ്മുടെ അമ്മി എന്താ ഏത് കാലത്താണോ അമ്മയ്ക്ക് ഒരു അമ്മി കിട്ടുക, അതുവരെ നമുക്ക് അമ്മ ഇല്ലാണ്ട് വേണ്ടേ അല്ലേ. അതൊരു ഫോൺ നമ്പർ കിട്ടിയിട്ട് തരാറ്, എന്നിട്ട് വിളിച്ച് അളവ് പ്രകാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കും. ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ ഒരു കോല് കുത്തിയിട്ട് ഇങ്ങനെ വെക്കണം പറഞ്ഞിട്ട് ഓരോന്ന് കുത്തണ്ട, കമ്പ്യൂട്ടറുടെ കൂടെ അങ്ങോട്ട് കൂടെ ഇങ്ങനെ ഇട്ടാൽ മതി. രസമുണ്ടാവും. അങ്ങനെ കയറിക്കോളും. പിന്നെ കൊമ്പൊക്കെ കൊടുക്കണം കുത്തുകയാണ്. എനിക്ക് ഏത് ചൂലുണ്ടെങ്കിലും അല്ലേ ഈ ചൂലും കൊണ്ട് അടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് അടിക്കുമ്പോൾ കണ്ടോ നല്ല പൊടിയും വരും, നമുക്ക് എവിടെയും അടിച്ച് എടുക്കുകയും ചെയ്യാം. മാറാലിയും തട്ട ഞാൻ മറ്റേ ചൂല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ, എന്നാലും കൂടി ഞാൻ ഈ ചൂല് എടുക്കുള്ളൂ അല്ലേ ഏട്ടാ. എൻ്റെ അമ്മോ
എന്തോരം ചൂടാ വെച്ചിട്ടാ ഈ സമയത്ത് തന്നെ ചുട്ട് പഴുക്കണു കേട്ടോ. ചുട്ട് പഴുക്കുക പറഞ്ഞാൽ ചുട്ട് പഴുക്കണ്. എന്താ നമുക്ക് ശരിക്കും പൊടി വരും. മറ്റേ ചൂല് ശരിക്കും പൊടി വരും. എനിക്കിതാ ഇഷ്ടം. ഉണ്ടോ എന്താ പൊടി വരാണ്ട് കണ്ട പൊടി വരുന്നുണ്ട്. പക്ഷെ ഒരു സുഖമല്ല ഈ ചൂലും കൊണ്ട്. അതിന് ഏട്ടനല്ലല്ലോ അടിക്കണത്, ഞങ്ങളല്ലേ അടിക്കണത്. കാണുമ്പോൾ ഏട്ടന് സുഖം തോന്നില്ല. കുട്ടികൾ ചെറിയൊരു വരാത്ത ഒരു പൊറോട്ട വെച്ചിട്ട് കടന്നോ. അങ്ങനെ കിടന്നുണ്ടാവുന്ന അതിൽ മൊത്തം ചളിയാക്കിക്കണം ബെഡ്ഷീറ്റിൽ. അതൊന്ന് മാറ്റി വിരിക്കാൻ പറയാണ്. അല്ലെങ്കിൽ പൊന്നൊക്കെ വരുന്നില്ല, ഉറങ്ങിണ്ടാവും. അവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയതിന് കടന്നവര് കടന്നു. നമ്മളെ കടക്കാത്തത് ഇവിടെയും കൂടി ഒന്ന് അടിച്ചോരിയിട്ട് നമുക്ക് കടക്കാട്ടോ. പോരെ? മതി മതി. ശരിക്കും പറഞ്ഞാലേ ഈ എന്താ ഓട്ടുപേരെ സുഖം, ടെറസ് വീടില്ലേ സുഖമില്ല കേട്ടോ. ബാക്കി എല്ലാ സൗകര്യം ഉണ്ടാവും, പക്ഷെ വേനൽക്കാലത്ത് കടക്കാൻ പറ്റില്ല. എന്താ അറിയോ, വേനൽക്കാലത്തെ ഒരു സുഖം. വേനൽക്കാലത്ത് ഇവിടുന്ന് ചൂടും കൂടി ഈ സമയത്ത് തന്നെ ഇറങ്ങിയില്ലേ, ഒരു സുഖം ഉണ്ടാവില്ല. ഓട്ടുവര പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒരു ചെറിയ കാറ്റെങ്കിലും വീശി. എന്താ ഇതിപ്പോൾ അതല്ല, അത് ഫുള്ള് മൂടിക്കെട്ടിയെടുക്കല്ലേ. ഇത് ഫുള്ള് അടച്ചിട്ടുള്ളതല്ലേ, ഇതിലിപ്പോൾ എയർ പോകാനൊന്നും അവിടേക്ക് സ്ഥലമില്ലല്ലോ. എൻ്റെ അപ്പോൾ സത്യം പറയാലോ, എനിക്ക് ആ വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ കിടക്കണതിൻ്റെ ഒരു 4/1 ഭാഗമല്ലേ ചൂട് സഹിക്കാൻ പറ്റില്ല അതിനുള്ളിൽ. എമ്മാതിരി ചൂട് വെച്ചിട്ടാ നമ്മൾ എന്താ വീട്ടിലിപ്പോൾ ഇവിടെ AC ഉള്ളതും കൊണ്ട് കുട്ടികൾക്ക് സുഖാട്ടോ. കുട്ടികൾക്കാണ് പറഞ്ഞാലും, പക്ഷേ എനിക്കത് അത്ര വലിയ സംഭവം പറ്റണില്ല. എനിക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചുമയും ജലദോഷമൊക്കെ വരികയാണ് കേട്ടാ. അമ്മ കടന്നമ്മു എനിക്ക് പറ്റണേ ഇല്ല. പക്ഷെ കറണ്ട് ബില്ല് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചൂടൊക്കെ സഹിക്കേണ്ടി വരും എല്ലാവരും. കറണ്ട് ബില്ല് കടന്ന് അനിയനൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അവര് എന്താ നേരത്തെ AC വാങ്ങിയിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ AC വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ കാരണം ചൂട് സഹിക്കണ്ടേ. ഈ അനിയനാണ് പറഞ്ഞാൽ ഈ പുറത്തുള്ള പണികളല്ലേ, മേശം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പണിയല്ലേ. ആ പണി ചെയ്ത് കഴിഞ്ഞ് വന്ന് രാത്രി വന്നിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ, ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോഴാണ് വെച്ചാലും ഇവിടെ പൊന്നു വന്നു കഴിഞ്ഞാൽ പൊന്നുവിന് കിടക്കുമ്പോൾ പൊന്നു എന്താ അവരെ ചൂട് താങ്ങാൻ പറ്റില്ല കുട്ടികൾക്ക്. ഇപ്പോൾ കണ്ടോ അത് വിരിച്ചു തന്നോ എനിക്ക്? ഇല്ലല്ലോ. നിന്റെ ഈ പുതപ്പല്ല ഈ ഷൂ എന്താ ഇവിടെ വെച്ചേക്കണത്? വേണ്ടാത്തതാ? ആര് ഷൂ തന്നെ? 10 മണിയായിട്ടോ സമയം. ഇത് പിന്നെ ഇങ്ങനെയൊക്കെ സുഖമാണേ. പോളിസ്റ്ററാണ് കേട്ടോ. കോട്ടൻ്റെ ആകുമ്പല്ലേ കുറച്ചൊരു സുഖം ഉണ്ടാവും നോക്കുമ്പോൾ. ഇതിന് നമുക്ക് നമ്മുടെ പൊന്നൂസോ കുഞ്ഞുണ്ണിയൊക്കെ വരുമ്പോൾ കിടക്കുക വെച്ചാൽ 4 പേർക്ക് ഇതിൽ കിടക്കാം കേട്ടോ. അവിടെ അവർ 3 ആൾ കിടന്നിട്ട് രാത്രിയാവുമ്പോൾ തുടങ്ങും ബഹളം വയ്ക്കാൻ. അച്ഛാ എന്നെ നുള്ളി. 4 ആൾക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ട് ഒരു 3 ആൾക്കല്ല, അവർക്ക് 5 ആൾക്ക് കിടക്കായില്ലേ. ദിവാങ്കോട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിലുണ്ട് ഇതേപോലെ. ഈ റൂമിനെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പമുള്ള റൂമാണ് കേട്ടോ ആ റൂം. എന്താ മാറ്റല്ലേ, ഒരേ വലുപ്പമാണ്. പക്ഷെ എല്ലാവർക്കും ആ റൂം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നീളം തിരിച്ച് കിടക്കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമ്മുടെ ഈ കട്ടിലിൻ്റെ ഇത് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കാച്ചാൽ സുഖമാണെന്ന് കുറേ പേര് പറഞ്ഞു. സുഖമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കിടക്കാൻ പാടില്ല കേട്ടോ. ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മാറിപ്പോവാൻ പാടില്ല അല്ലേ? മാറിപ്പോകാൻ പാടില്ല, വടക്കോട്ട് തല വെച്ച് എടുക്കാൻ പാടില്ല പറയും. അപ്പോൾ വടക്കോട്ട് തല വെച്ച് എടുക്കാൻ പാടില്ല. ഇപ്പം ആരുമില്ലേ എന്താ ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ, പുതപ്പ് വേണ്ട ഒരൊറ്റ കുട്ടിക്കും. പുതപ്പേ വേണ്ട കേട്ടോ. മറ്റേത് പുതപ്പില്ലാണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആരും പുതപ്പ് എടുക്കില്ല. പിന്നെ ഇത് നാളെ വർക്കൗട്ടിന് കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. കിടക്കണ നോക്കിയൊക്കെ ഇരിക്കുന്നത്. കട്ടിലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അനിയേട്ടന് ദേഷ്യം വരും കേട്ടോ. അപ്പം അനിയേട്ടൻ ചീത്ത അറിയും. എന്തിനാ കട്ടിലിൻ്റെ മുകളിൽ വെക്കുന്നത് പറഞ്ഞു. ഒരു സാധനം പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അപ്പം ചീത്ത അറിയും.
ഇതിന് വേണ്ടിയിട്ടല്ല പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു സ്വഭാവമാണ്. ഞാൻ അത് പകൽ ഇവിടെയൊക്കെ തുറന്നിടും കേട്ടോ. പകൽ തുറന്നിട്ട് കഴിഞ്ഞാലാണ് കുറച്ചൊരു വെളിച്ചം കിട്ടുള്ളൂ. പകല് തുറന്നിട്ടില്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു യാതൊരു വൃത്തിയായിട്ട സ്മെല്ലാവും. സത്യം. നമ്മുടെ മറ്റേ വീട് പോലെയല്ല, ഈ വീട്ടിലെ ഒരു സ്മെല്ലുണ്ടാവും അല്ലേ? അതിപ്പോൾ തന്നെ അത് അടുക്കളയിൽ മീൻ വറുത്ത റൂമിൻ്റെ ഉള്ളിൽ കൂടെ എത്തില്ലേ? ശരിയാ. അവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അത് പക്ഷെ ഇവിടെ മീൻ വറുത്ത് കഴിഞ്ഞാൽ വെച്ചാൽ സ്മെല്ല് കാര്യങ്ങളൊന്നും അധികം വരില്ല കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ പുറത്തല്ലേ. ഇത് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് തന്നതാണ് കേട്ടോ. അത് രാത്രിയാകുമ്പോൾ മുഖത്ത് തേച്ചിട്ട് ഒന്ന് കഴുകി കളയും. അത്രയത്തൊരു ആകെ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അത്. വേറൊന്നും ചെയ്യില്ല. പിന്നെ മഞ്ഞളും കടലമാവും തേച്ചിരുന്നു. അതിപ്പോൾ എന്താ ഈ ഡോക്ടർ ഈ മരുന്ന് തന്നതുകൊണ്ട് കടലമാവ് തേക്കണത് കമ്മിയായി. പക്ഷെ അത് കേൾക്കണ കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീടൊക്കെ കണ്ടോ, ഇതൊരു ഇതാ ഇവിടെ നമ്മൾ കിടക്കണവടിയും ഈ വടിയൊക്കെ കണ്ടില്ലേ നീറ്റായി. നമ്മൾ രാവിലെ നീച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നണം? ഒരു പുതിയ ഉഷാറ് തോന്നണം. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പം അതിപ്പോൾ ഇത് കുട്ടികളൊക്കെ വരാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ എന്താ വൈകുന്നേരത്തെ ഓഫ് ആക്കണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ പോകും. ഇങ്ങനെ വിരിച്ചാൽ കിടക്കൂല, ഇങ്ങനെ ആവൂല കേട്ടോ. എന്താ എത്ര നമ്മൾ വിരിച്ചു കഴിഞ്ഞാലും ഇല്ലേ ഒക്കെ നിലത്ത് കിടക്കുന്നുണ്ടാവും. എല്ലാ സാധനവും നിലത്തിട്ടിട്ട് അവർ പോവുള്ളൂ. പക്ഷെ ഇതിനേക്കാളും സൗകര്യമില്ലേ നമുക്ക് പുറത്തിരിക്കുക കേട്ടോ. വീടിൻ്റെ ഉള്ളിനേക്കാട്ടിൽ എത്രയത് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ അല്ലേ, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്താ സുഖം. എൻ്റെ അപ്പോ പറങ്കേണ്ടി വീണ് കിടക്കുന്നുണ്ട്. പോയി ഇപ്പം പന്നികളൊന്നും തിന്നില്ല ഈ പറങ്കേണ്ടി. ആർക്കറിയാം പന്നി എന്താ തിന്നാൻ. എൻ്റെ തൂക്കുകളൊക്കെ ഉണ്ടോ. ഞാൻ വെറുതെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഒന്ന് വെറുതെ അട്ടിവിടും കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷം ഒന്ന് ഞങ്ങൾക്ക് കൂട്ടാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. കഴിച്ച് ഞങ്ങളെല്ലാവരും കഴിക്കൽ കഴിഞ്ഞു. നേരത്തെ കഴിക്കൽ കഴിഞ്ഞു കൊണ്ട് വന്നിട്ട് അവരൊക്കെ കടന്ന് അച്ചുട്ടിയില്ലേ ഇവിടുത്തെ ഗ്യാസ് കഴിഞ്ഞേക്കുക. അപ്പം അച്ചു എന്താ അവിടെ അനിയേട്ടൻ 2 കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടേ നാളെ വർക്കൗട്ടിന് പോകുമ്പോൾ കഴിക്കാൻ ഞാൻ കഴിക്കില്ല കേട്ടോ, ഏട്ട കഴിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ജിമ്മിന് പോണ വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞിരുന്നു. ഒത്തിരി മടിയായിട്ടാ കേട്ടോ ജിമ്മിന്. ഞാനിന്നത് എടുക്കണമെന്ന് വിചാരിച്ചാ. അപ്പോൾ രാവിലെ തന്നെ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒന്നിപ്പോൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞായിരുന്നു. എടുക്കാട്ടോ, അത് എടുക്കാതിരിക്കത്തില്ല. നിങ്ങളുടെ നാട്ടിൽ കോട്ടുറുമേൻ എന്താണ് പറയുക? കോട്ടുറുമ തന്നെയാണോ പറയുക? അവിടെ കണ്ടോ, ഇവിടെ ഫുൾ കോട്ടുറുമേൻ കേട്ടോ. കണ്ടോ? ഇനി നമ്മൾ പട്ട കെട്ടി വെച്ചിട്ടില്ലേ, ഈ പട്ടയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്കില്ലേ മഴക്കാലം ആകുമ്പോഴേക്കും പട്ട ഒന്നിനും പറ്റില്ല. അപ്പോൾ ഗതികടാവും. ഇതിനൊരു മരുന്നുണ്ട് തോന്നുന്നു. അടുപ്പിൽ വെച്ചിട്ടല്ല കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരും. എന്താ ഞാനപ്പോൾ എൻ്റെ മേല് കഴുകട്ടെ കേട്ടോ. ഇനി കഴിഞ്ഞു, പണി കഴിഞ്ഞു. അപ്പം ഈ മേല് കഴുകി നമ്മൾ കിടക്കാൻ നോക്കട്ടെ നമ്മുടെ സരോവരത്തിൽ അല്ലേ. എല്ലാവർക്കും എന്താ ഇങ്ങനെ പറയാൻ കുറേ കൂട്ടുകാർ സരോവരത്തേക്ക് വരണം എന്നൊക്കെ പറയണില്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നോട്ടോ. സന്തോഷമേ ഉള്ളൂ നമുക്ക് വരുന്നതിലേ. എന്താ നമുക്ക് പിന്നെ എൻ്റെ അടുത്ത് 2-3 എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എന്താ പ്രസീം ഈ പത്മസരോവരം എന്ന് ഇട്ടുകൂടായിരുന്നില്ലേ, എന്തിനാ സരോവരം, അതിൽ പാ വയ്ക്കുമ്പോൾ എൻ്റെ പേരിൻ്റെ അക്ഷരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അത് എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത് എനിക്ക് സരോവരം എന്നാണ് കേട്ടോ. സരോവരം ഇഷ്ടമായി, വീടിൻ്റെ പേരിൽ കിളിക്കൂട് എനിക്കിഷ്ടമായി. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി. ബാക്കിയുള്ളത് ഇഷ്ടമായില്ല എന്നല്ല പറയുന്നത്. കിളിക്കൂടും എനിക്കിഷ്ടമാണ്, സരോവരം എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ കുറേ കൂട്ടുകാർ ഓരോ പേരുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എൻ്റെ വീഡിയോ ആദ്യം കണ്ട കൂട്ടുകാർക്കറിയാം, നമുക്ക് സരോവരം ഇട്ടാലോ എന്ന് ചോദിച്ചിരുന്നു ചേട്ടാ ഞാൻ. എന്താ അപ്പോൾ എല്ലാവർക്കും വേറെ വെക്കേഷനൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരണം, നമ്മളെ കാണണം എന്നൊക്കെ പറയുന്ന കൂട്ടുകാർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ അല്ലേ വരാട്ടോ. അപ്പോൾ നാളെ വിശേഷം നിർത്തിയാലോ. അപ്പോൾ ഇത് കൂടെ ഒന്ന് ചെരുപ്പിട്ട് നടന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ചാണകം മെഴുകി അത്രയും വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇനി മഴ പെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്കിവിടെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നല്ല വൃത്തികേടാവും. അപ്പോൾ നാളെ നിർത്തിയാലോ. അപ്പോൾ നാളെ കാണാം കേട്ടോ.